ഈ ഘട്ടത്തിൽ എന്ത് സുരക്ഷയാണ് ഇക്കാര്യത്തിനൊക്കെ ഉള്ളത്? കൊടും ക്രിമിനലുകളായ ആൾക്കാരെ താമസിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് പോലും ഇത്ര എളുപ്പത്തിൽ ജയിൽ ചാടി ഒറ്റക്കയ്യനായ ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു എങ്കിൽ അയാൾ പിന്നീട് നടത്താൻ പോകുന്നത് എന്ത് ക്രൂരകൃത്യങ്ങളായിരിക്കും, എന്ത് മാനസികാവസ്ഥയായിരിക്കും? ഇതിലൊക്കെ സാധാരണ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ പുറത്തെ ജയിലിൻ്റെ മതിലിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ ഒരു മതിലാണ് ചാടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. അത് കുളിക്കാൻ വെള്ളം നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വീപ്പകൾ അടുക്കി വെച്ച് അതിൽ കയറി രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. ഇത്രയധികം നേരമെടുത്ത് ഈ വീപ്പകൾ അടുക്കി വെച്ചത് ആരും കണ്ടിട്ടില്ല. ജയിൽ സെല്ലിൻ്റെ കമ്പി മുറിച്ച് ഉപയോഗിച്ച് മുറിച്ച് പുറത്ത് കടന്നത് ആരും കണ്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല. ഇത് കണ്ടവരോ കേട്ടവരോ ആരുമില്ല. ഇതിൽ എന്ത് മറുപടിയാണ്, വിശദീകരണമാണ് ഇനി ലഭ്യമാവുക എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. ഫെലിക്സ് ഉണ്ട് വിവരങ്ങളുമായി. ഫെലിക്സ്, നമുക്ക് ആ ഏറ്റവും പുതിയ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇത്ര വലിയൊരു മതിൽ ഒറ്റക്കയ്യനായ ഒരാൾ ചാടി രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ ഇത്രയധികം വീപ്പകളൊക്കെ നിരത്തി വച്ചാൽ പോലും അതെങ്ങനെ സാധ്യമാവുന്നൊരു കാര്യമാണ്? പുറത്ത് ആരായിരുന്നിരിക്കും പിന്തുണ നൽകിയത് എന്ന കാര്യമാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്നത്. രണ്ട് മതിലുകൾ ചാടിക്കടന്നിട്ടുണ്ട്. ആദ്യത്തെ മതിൽ ചാടിക്കടന്നത് ഈ വെള്ളം നിറച്ച വീപ്പ് ഉപയോഗിച്ചാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഏറ്റവും പുറത്തെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഏറ്റവും വലിയ 7 മീറ്ററോളം ഉയരമുള്ള ആ ജയിൽ എങ്ങനെയാണ്, ആ മതിൽ എങ്ങനെയാണ് ഗോവിന്ദസ്വാമി ചാടിക്കടന്നത് എന്നതിന്റെ ദൃശ്യമാണിത്. അതായത് അതിന്റെ ഈ മതിലിന്റെ മുകളിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട്. ആ ഫെൻസിംഗ് പ്രവർത്തിച്ചിരുന്നില്ല എന്നതാണ് ജയിൽ വകുപ്പ് പറയുന്നത്. ആ ഫെൻസിംഗിൽ കെട്ടിയ തുണി ആണ് പുറത്തേക്ക് ഇട്ടിരിക്കുന്നത്. അതായത് ഈ തുണി ആ ഫെൻസിംഗിൽ കുടുക്കിയ ശേഷം ഈ ഗോവിന്ദസ്വാമി ഒറ്റ കൈ ഉപയോഗിച്ച് മതിലിന് മുകളിലേക്ക് കയറുന്നു. അതിനുശേഷം ആ തുണി പുറത്തേക്ക്, അതായത് ഈ മതിലിന് പുറത്തേക്ക് ഇടുന്നു. ആ പുറത്തേക്ക് ഇറങ്ങിയ ആ തുണിയിൽ പിടിച്ചാണ് ഒറ്റ കൈ ഉപയോഗിച്ച് പുറത്തേക്ക് ചാടിയത് എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് പുതപ്പോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ സെല്ലിൽ ഉപയോഗിച്ച പുതപ്പോ മറ്റോ ആണ് ഈ ജയിൽ ചാടാൻ ഇയാൾ ഉപയോഗിച്ചത് എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2 മതിലുകൾ ചാടി. വ്യക്തമായി കാണാമെന്ന് കരുതുന്നു. ആ തുണി പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്നത് കാണാം ദൃശ്യങ്ങളിൽ. ആ മതിൽ നിന്ന് പുറത്തേക്ക് ഇതുപയോഗിച്ചാണ് ഗോവിന്ദസ്വാമി മതിലിലേക്ക് കയറിയതും തുടർന്ന് ആ മതിലിന് പുറത്തേക്ക് ഈ തുണി വലിച്ചിട്ട് അതുവഴി ഊർന്നിറങ്ങി രക്ഷപ്പെടുകയും ചെയ്തത് എന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ആ തുണിയാണ് ഉള്ളിൽ ഉപയോഗിക്കുന്ന പുതപ്പോ മറ്റോ ആയിരിക്കണം, സെല്ലിനുള്ളിൽ ഉപയോഗിക്കുന്നതായിരിക്കണം എന്ന് കരുതുന്നു. ഈ ഘട്ടത്തിൽ എങ്ങനെ തന്നെയാണെങ്കിലും ഫെലിക്സ്, ഈ തുണി ഉപയോഗിച്ച് ഇത്തരത്തിൽ ഏതൊരാൾക്കും ഇങ്ങനെയെങ്കിൽ രക്ഷപ്പെടാലോ. ഒറ്റക്കൈയനായ ഒരു പ്രതിക്ക് രക്ഷപ്പെടാമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ കഴിയുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇങ്ങനെ, അതായത് ഒന്നാമത്തെ കാര്യം, മതിലിന് മുകളിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്കത് കാണാൻ സാധിക്കും. മതിലിന് മുകളിൽ 1 മീറ്ററോളം ഉയരത്തിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട്. ആ ഫെൻസിംഗ് പ്രവർത്തിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വീഴ്ച. പതിവായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണോ അതോ താൽക്കാലികമായി പ്രവർത്തിക്കാതായതാണോ? അക്കാര്യത്തിൽ വ്യക്തതയില്ല. അത് എപ്പോഴാണ് ഇത് പ്രവർത്തിക്കാതിരുന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. പക്ഷേ അതിൽ തുണി കുരുക്കിയതിന് ശേഷമാണ് ഇത് പുതപ്പോ മറ്റോ കൂട്ടിക്കെട്ടിയതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ ഏറ്റവും പ്രധാനപ്പെട്ട പുറത്തെ മതിലിലേക്ക് കയറുന്നത്. അങ്ങനെ മതിലിൽ കയറിയതിനു ശേഷം ഈ തുണി പുറത്തേക്കിട്ടു. അങ്ങനെ പുറത്തേക്കിട്ടതിന് പിന്നാലെ ആ തുണിയിൽ പിടിച്ച് ഇയാൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത്. അതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് ആദ്യത്തെ മതിൽ ചാടിക്കിടക്കാൻ വെള്ളം ഉപയോഗിക്കുന്ന വീപ്പ് ഉപയോഗിച്ചു. രണ്ടാമത്തെ മതിൽ ഈ പുതപ്പ് പോലുള്ള തുണി ഉപയോഗിച്ച് മതിലിന് മുകളിൽ കയറി പുറത്തേക്ക് ചാടുകയാണ് ഉണ്ടായത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ, ഈ വഴി പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ഒരു ഗേറ്റ് ഉണ്ട്. അതായത് ഈ ജയിൽ ഇപ്പോൾ കാണുന്ന മതിൽ ചാടി പുറത്തേക്ക് ഇറങ്ങിയാൽ കൂടി ഇത് പിന്നെ ഈ ഹൈവേയോട് ചേർന്നാണ്, അതായത് പ്രധാനപ്പെട്ട റോഡിനോട് ചേർന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ളത്. പക്ഷേ മെയിൻ ഗേറ്റിന് സമീപത്തൂടി ചാടാൻ കഴിയില്ല, കാരണം അവിടെ സുരക്ഷാ ജീവനക്കാരനുണ്ട്. അതുകൊണ്ടാണ് വശത്തുള്ള മതിൽ രക്ഷപ്പെടാനായി ഗോവിന്ദസ്വാമി ഉപയോഗിച്ചത്. അങ്ങനെ വശത്തുള്ള മതിലിൽ കൂടി പുറത്തേക്ക് ചാടിയാൽ പോലും പുറത്ത് മറ്റൊരു ഗേറ്റ് ഉണ്ട്. പക്ഷെ അതൊരു ചെറിയ ഗേറ്റ് ആണ്. ആ ഗേറ്റിലൂടെ ഏതായാലും ഗോവിന്ദസ്വാമിക്ക് പുറത്തേക്ക് വരാൻ കഴിയും. അങ്ങനെ ഇയാൾ പുറത്തേക്ക് റോട്ടിലേക്ക് എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. റോട്ടിലെത്തിയാൽ പോലും ഫെൻസിംഗ് ഉള്ള ഒരു ഭാഗമുണ്ട് ഈ മതിലിന് മുകളിൽ. ആ ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിക്കുന്നില്ല എന്ന് വരെ വളരെ കൃത്യമായി ഈ ഗോവിന്ദസ്വാമിക്ക് അറിയാമായിരുന്നു എന്നതാണ്. എല്ലാ മനുഷ്യർക്കും ഇത്തരം സുരക്ഷാ വീഴ്ചകൾ അവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ വലിയ ബോധ്യമുണ്ടായിരിക്കണം. ഇവിടെ ഇത്രയൊക്കെ സംഭവിക്കൂ, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്ന കാര്യം വളരെ വ്യക്തമായി ഇവർക്കൊക്കെ അറിയാം. ഒപ്പം വലിയ പിന്തുണയും ലഭിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നത് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഫെലിക്സ്, തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഈ മാത്രമല്ല, ജയിലിനുള്ളിലെ
സഹായം മാത്രമല്ല, ജയിലിന് പുറത്തും കൃത്യമായ സഹായം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ സഹായം ലഭിച്ചാൽ മാത്രമാണ് ഈ പുറത്തേക്ക് ഇറങ്ങിയ ഗോവിന്ദസ്വാമി ഏതെങ്കിലും വാഹനത്തിൽ പുറത്തേക്ക് കടക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വാഹനവുമായി ആരെങ്കിലും ഒരുപക്ഷെ കാത്തിരുന്നേക്കാം. അപ്പോൾ ആ രീതിയിൽ പുറത്തുനിന്നും അകത്തു നിന്നും ഗോവിന്ദസ്വാമിക്ക് കൃത്യമായ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന സംശയം ബലപ്പെടുത്തുന്ന തെളിവുകളും വിവരങ്ങളുമാണ് ഇപ്പോൾ ഏതായാലും പുറത്തു വരുന്നത്. ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലെ രാഷ്ട്രീയ തടവുകാർ യഥേഷ്ടം മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയും ഭക്ഷണം കഴിക്കുകയും മദ്യം ഉപയോഗിക്കുകയും ചെയ്യുന്ന അടക്കമുള്ള വിവരങ്ങളൊക്കെ പലപ്പോഴായി പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഗോവിന്ദസ്വാമിയുടെ കാര്യത്തിൽ ഇതെന്താണ് സംഭവിച്ചത്? ഇദ്ദേഹം നേരത്തെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥനായ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നും പറഞ്ഞിട്ടുണ്ട് ഈ രാഷ്ട്രീയ തടവുകാർ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളെ പറ്റി. അങ്ങനെയെങ്കിൽ ഗോവിന്ദസ്വാമിയുടെ പിന്നിലും ഇത്തരത്തിൽ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഗോവിന്ദസ്വാമിക്കും ഈ സഹായം കിട്ടിയിട്ടുണ്ട്. മൊബൈൽ ഫോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവണം. പുറത്ത് ആൾക്കാരുമായി ബന്ധപ്പെട്ടിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ പുറത്ത് ഇത്തരത്തിൽ ഈ കൃത്യസമയത്ത് ഒരു സഹായം ലഭ്യമാകൂ. തീർച്ചയായിട്ടും, അതായത് കൃത്യമായ സഹായം, കൃത്യമായ ഒത്താശ ഒരുപക്ഷെ ജയിൽ ജീവനക്കാരുടെ ഭാഗത്തുനിന്നോ അതല്ലെങ്കിൽ പുറത്തുനിന്നോ ലഭിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ് ഈ ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തിൽ. പ്രധാനപ്പെട്ട കാര്യം, രണ്ട് മതിലുകൾ ചാടി വേണം ഗോവിന്ദസ്വാമിക്ക് പുറത്തേക്ക് ഇറക്കാൻ. അതീവ സുരക്ഷയുള്ള 10-ാം നമ്പർ ബ്ലോക്കിന് ചുറ്റും ഒരു മതിലുണ്ട്. ആ മതിൽ വെള്ളം ഉപയോഗിക്കുന്ന വീപ്പ അടുക്കി വെച്ച് ആ മതിൽ ചാടി കടന്നതിന് ശേഷം തന്റെ പക്കലുണ്ടായിരുന്ന തുണി, അത് പുതപ്പെന്ന് നമ്മൾ സംശയിക്കുന്ന ആ പുതപ്പ് ഉപയോഗിച്ച് ആ ജയിലിന്റെ മതിലിന് മുകളിൽ ഉണ്ടായിരുന്ന ഫെൻസിങ്ങിൽ കുടുക്കിയ ശേഷം ഇയാൾ മുകളിലേക്ക് ഒറ്റക്കൈ ഉപയോഗിച്ച് മുകളിലേക്ക്, അതായത് 7.5 മീറ്റർ ഉയരത്തിലുള്ള മതിലാണ്. 7.5 മീറ്റർ ഉയരത്തിലുള്ള മതിൽ ഇയാൾ ഒരു കൈ ഉപയോഗിച്ച് എങ്ങനെ ഒറ്റ തുണിയിൽ മുകളിലേക്ക് കയറി എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മുകളിലെത്തിയ ശേഷവും ഇയാൾ ആ തുണി പുറത്തേക്കിട്ട് ആ തുണിയിലൂടെ ഇറങ്ങി പുറത്തേക്ക് ചാടുകയാണ് ഉണ്ടായത്. അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വലിയ സുരക്ഷാ വീഴ്ച. ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ രാഷ്ട്രീയ തടവുകാർക്ക് വലിയ സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നതാണ്. അത് ആക്ഷേപം മാത്രമായിരുന്നു, അത് വസ്തുത തന്നെയായിരുന്നു. തെളിവുകളടക്കം പുറത്തു വന്നതാണ്. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗോവിന്ദസ്വാമിയെ പോലെ ഒരു കൊലക്കേസ് പ്രതി, അതും നിഷ്ഠൂരമായ ഒരു കൊലക്കേസിലെ ഒരു പ്രതിക്ക് എങ്ങനെ ആര് സഹായം നൽകി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. അതിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജയിൽ ജീവനക്കാരുടെ കുറവുണ്ട്. ആ സുരക്ഷാ സംവിധാനങ്ങളെ ബാധിക്കുന്നതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഗോവിന്ദസ്വാമിയെ പോലെ ഒരു പ്രതിക്ക് അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ഇത്ര എളുപ്പം നിഷ്പ്രയാസം കഴിയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് തീർച്ചയായിട്ടും വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് ഇപ്പോൾ സംശയിക്കുന്നത്. സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗോവിന്ദസ്വാമിയെ പിടികൂടുക എന്നതാണ്. ആ രീതിയിലുള്ള ഒരു വശത്ത് പോലീസ് ആ രീതിയിലുള്ള ശ്രമം നടത്തുന്നു. മറുവശത്ത് ജയിൽ DGP തന്നെ നേരിട്ടെത്തി എന്തൊക്കെ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചത്, എങ്ങനെ ഗോവിന്ദസ്വാമിയെ പോലെ ഒരു പ്രതിക്ക് പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞു തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള പരിശോധനകളൊക്കെ തന്നെ തീർച്ചയായിട്ടും പലരോടും നമുക്ക് ഇതിന്റെ അഭിപ്രായങ്ങൾ ആരായേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഈ ജയിൽ ഉപദേശക സമിതി എന്നൊരു സമിതിയുണ്ട്. ആ സമിതി അംഗങ്ങളോട് ഒക്കെ ഇക്കാര്യം നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അവർക്കൊക്കെ എന്താണ് പറയാനുള്ളത്? ഈ ഫെൻസിങ്, ഇലക്ട്രിക് ഫെൻസിങ് ആണ്, അതിലൂടെയുള്ള വൈദ്യുതി പ്രവാഹം നിലച്ചതാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇടപെട്ട് അത് ഓഫാക്കിയതാണോ, കാലങ്ങളായി പ്രവർത്തിക്കാത്തതാണോ, ഉള്ളിലെ CCTV ദൃശ്യങ്ങൾ, CCTV ക്യാമറകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ, ഈ ദൃശ്യങ്ങൾ പതിവായി മോണിറ്റർ ചെയ്യാൻ അവിടെ ഒരാളില്ലാതെ പോകുന്നത് അല്ലെങ്കിൽ ഒരു സംഘം ജീവനക്കാരില്ലാതെ പോകുന്നത് എന്തുകൊണ്ട്, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിശോധിക്കേണ്ടതാണ്.